Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillah, salatu wassalamu ala rasulillah. Amma ba'd. Assalamu alaikum. ഞാൻ തെങ്ങിൻതോട്ടത്തിൽ സൈനബയുടെ പേരമകൾ ഡോക്ടർ അസ്ന ഉസ്മാനാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി PG ഫസ്റ്റ് ഇയർ ആണ്. കുറച്ച് പ്രഗ്നൻസി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഓൾ ടുഗെദർ 40 വീക്സ് ആണുള്ളത്. അത് നമ്മളിങ്ങനെ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ ആദ്യത്തെ 12 ആഴ്ച അതാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 4 to 6 months അതാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. അത് കഴിഞ്ഞിട്ടുള്ളത് തേർഡ് ട്രൈമസ്റ്റർ. ഓരോ ട്രൈമസ്റ്ററിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അമ്മക്കും കുഞ്ഞിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലമാണ്. കുഞ്ഞിന് മെയിൻലി അതിൻ്റെ എല്ലാ അവയവങ്ങളും വളരുന്നൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, മെഡിസിൻസ് അതൊക്കെ കുട്ടിയുടെ അവയവങ്ങളുടെ വളർച്ചയിലും പിന്നീടുള്ള ഭാവി ആരോഗ്യത്തെയും ഒരുപാട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, മെഡിസിൻസ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. മദറിൽ ഇനീഷ്യൽ പ്രഗ്നൻസി സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണിത്. മെയിൻലി മോർണിംഗ് സിക്നെസ്, അതായത് അധികവും രാവിലെയൊക്കെ ഉണ്ടാകുന്ന ഛർദി, ഭക്ഷണത്തിനോടുള്ള ആ ഒരു ഇഷ്ടമില്ലായ്മ, നെഞ്ചരിച്ചിൽ, ബ്ലോട്ടിംഗ് സിംറ്റംസ്, ഇതൊക്കെ ആണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യൂഷ്വലി മദേഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ ആദ്യം പീരിയഡ്സ് മിസ്സാവുകയാണ് ചെയ്യുക. പീരിയഡ്സ് മിസ്സാവുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ ഇനീഷ്യലി ഉള്ള കാര്യങ്ങൾ, അതായത് ഫസ്റ്റത്തെ സ്കാൻ ഉണ്ടാവും. പിന്നെ ഫോളിക് ആസിഡ്, അത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫുള്ള് ഡെയിലി എടുക്കേണ്ട ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് അത് കണ്ടിന്യൂ ചെയ്യാനുള്ളതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം, ചേഞ്ച് ചെയ്യാനുള്ളതാണെങ്കിൽ ചേഞ്ച് ചെയ്യുകയും വേണം. കൂടുതൽ പ്രഗ്നൻസി സേഫ് ഡ്രഗ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാൻ വരുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ഈ സ്കാൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രഗ്നൻസിൻ്റെ ലൊക്കേഷൻ, ഗർഭം യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്കാന്. എത്ര നമ്പർ ഓഫ് പ്രഗ്നൻസി ഉണ്ട്, ട്വിൻസ് ആണോ അതോ ഒറ്റ കുട്ടിയാണോ എന്നൊക്കെ അറിയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആ ഫസ്റ്റ് സ്കാനിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ് ചെയ്യരുത്. ഒരു 7 മുതൽ 8 ആഴ്ചയിലാണ് ആ ഫസ്റ്റ് സ്കാൻ വരിക. പിന്നെ പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട ഫുഡ്സ്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെയിനായിട്ട് ഫുഡിനോട് ഇഷ്ടമില്ലാത്തൊരു സമയമാണ്. എന്നാലും നമ്മൾ ഫുഡ് പറ്റുന്നത്ര ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ മീൽസായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 1 to 2 hours റിപ്പീറ്റ് ചെയ്ത് ഫ്രീക്വൻറ്റ് സ്മോൾ മീൽസ് എടുക്കുന്നതാണ് നല്ലത്. യൂഷ്വലി കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ്, അത് കോൺസ്റ്റിപ്പേഷനെയും സഹായിക്കും. അതേപോലെ പാല് ഉള്ള വിഭവങ്ങൾ, പാല്, തൈര്, ചീസ്, അങ്ങനത്തെയൊക്കെ ഡയറി പ്രൊഡക്ട്സ്, പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ നോക്കുക. പിന്നെ നട്ട്സ്, ഗുഡ് ഫാറ്റ്സ് ഉള്ള അവക്കാഡോ പോലത്തെ ഫ്രൂട്ട്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിന് വേണം. പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ ഫോളിക് ആസിഡ്സ് ഡെയിലി കഴിക്കുക. ഇതിൻ്റെ കൂടെ ഹൈഡ്രേഷൻ ഇതിൻ്റെ കൂടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ധാരാളം അയച്ച് കുടിക്കുക. വെള്ളം അങ്ങനെ അയച്ച് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസോ അല്ലെങ്കിൽ സൂപ്പോ അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. വെള്ളം ധാരാളം അയച്ച് വയറ്റിലേക്ക് എത്തണം. മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാനുള്ളത് അസുഖമുള്ള ആൾക്കാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ഫീവർ അങ്ങനെയുള്ള അടുത്തേക്കൊക്കെ പോകാണ്ടിരിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന ഫീവർ ജനിതക വൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ
പനി വരാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 4 to 6 months. 4 to 6 monthsലാണ് നമ്മളുടെ അനോമലി സ്കാൻ വരുന്നത്. കുട്ടിയുടെ ജനിതക വൈകല്യങ്ങൾ അറിയാനുള്ള സ്കാനാണത്. പിന്നെ അയൺ കാൽഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 4 to 6 monthsലാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസിയാണ് ഓൺ മദേഴ്സ്. കാരണം പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ ഒരുപാട് കുറയും. നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകളും ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് മെഡിസിൻസ് അയൺ കാൽഷ്യം ഡെയിലി കഴിക്കുക, സ്ഥിരമായിട്ട് എടുക്കുന്ന മെഡിസിൻസ് ബാക്കിയുള്ളത് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അവസാനത്തെ 3 മാസം. അവസാനത്തെ 3 മാസം കുറച്ച് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രസവവേദന ഒക്കെ തുടങ്ങുക ഈ ഒരു സമയത്താണല്ലോ. അപ്പോൾ പ്രസവവേദന എന്താണെന്ന് തിരിച്ചറിയണം. പ്രസവവേദന വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വയറിലും അതേപോലെ ഊരയിലും ഒരേ സമയത്ത് വേദന വരും. അത് വയറ് കട്ടിയായിട്ട് വരികയും ചെയ്യും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വരിക, ഒരു ഇടവിട്ട് വരികയാണ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വേദന വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ കാണണം. അതുപോലെ ബ്ലീഡിങ്ങോ ലീക്കിങ്ങോ അങ്ങനെയൊക്കെ വന്നാലും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ള വേറൊന്ന്, അനക്കം ശ്രദ്ധിക്കണം. കുട്ടിയുടെ അനക്കം, എസ്പെഷ്യലി ഷുഗർ പ്രഷറുള്ള മദേഴ്സ് കുട്ടിയുടെ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കുട്ടിയുടെ അനക്കം കുറവായിരിക്കാം കുട്ടിയിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. അതുകൊണ്ട് അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ ഏതെങ്കിലും സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് 1 മണിക്കൂർ എത്ര അനക്കം കിട്ടുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. മിനിമം 3 മൂവ്മെൻറ്റ്സ് എങ്കിലും കിട്ടണം. ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിങ്, ലീക്കിങ്, പീരിയഡ്സ് പെയിൻ പോലെ വരുമ്പോഴാണ് ഡോക്ടറെ പെട്ടെന്ന് കാണിക്കേണ്ടത്. താങ്ക് യു. അവസാനമായിട്ട് ഇത് പറയാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.